അദാനി കമ്പനികളിൽ വൻ ഓഹരി തട്ടിപ്പ് നടക്കുന്നുവെന്ന ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ സൃഷ്ടിച്ച കോളിളക്കം ചെറുതല്ല. വ്യവസായ ഭീമനെതിരായ ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ട അതേ ഹിൻഡൻബർഗ് ഇപ്പോഴിതാ പുതിയൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നു. സെബി അഥവാ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണെതിരെയാണ് റിപ്പോർട്ട്. സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിനും ഭർത്താവ് ധവാൽ ബുച്ചിനും അദാനി ഗ്രൂപ്പിന്റെ വിദേശ രഹസ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. നേരത്തെ തങ്ങൾ പുറത്തുവിട്ട അദാനി ഓഹരി തട്ടിപ്പിൽ അദാനിക്കെതിരായ അന്വേഷണത്തിൽ മന്ദഗതി നേരിടുന്നതും നടപടികളെ ഭയക്കാതെ അദ്ദേഹം ലാഘവത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ ബന്ധത്താലാണെന്നും റിപ്പോർട്ട് പറയുന്നു. ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിക്ക് വലിയ നിക്ഷേപമുള്ള കമ്പനിയിലാണ് മാധബിയും ഭർത്താവും നിക്ഷേപം നടത്തിയത്. ബെർമുഡയിലും മൗറീഷ്യസിലുമുള്ള ഈ കടലാസ് കമ്പനികളിൽ 2015 ഇരുവരും നിക്ഷേപം ആരംഭിച്ചത്. 2017 ആയപ്പോൾ മാധബി ബുച്ച് സെബിയിൽ പൂർണ്ണ സമിതി അംഗമായി. അതുവരെ ബുച്ച് ദമ്പതിമാരുടെ സംയുക്ത അക്കൗണ്ട് ആയിരുന്നെങ്കിലും ഇതോടെ അക്കൗണ്ട് ഭർത്താവിൻ്റെ പേരിൽ മാത്രമായി. മാധവി സെബിയിൽ ചുമതലയേൽക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ഇരുവരുടെയും പേരിലെ നിക്ഷേപങ്ങൾ പൂർണ്ണമായി തൻ്റെ പേരിലാക്കാൻ ഭർത്താവ് കമ്പനിയുടെ അപേക്ഷിച്ചിരുന്നു. ഇതിനായി ധവാൽ ബുച്ച് കമ്പനിക്ക് അയച്ച ഇമെയിലും ഹിൻഡൻബർഗ് പുറത്തുവിട്ടു. തുടർന്ന് 2022 മാധവി സെബിയുടെ അധ്യക്ഷയാവുന്നത്. ഇന്ത്യയെക്കുറിച്ചുള്ള വമ്പൻ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് US സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. 2023 ജനുവരിയിലായിരുന്നു അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഓഹരി മൂല്യത്തിൽ കൃത്രിമം കാണിച്ചെന്നായിരുന്നു പ്രധാന വെളിപ്പെടുത്തൽ. അതായത് വിദേശ രാജ്യങ്ങളിൽ കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് സ്വന്തം കമ്പനി ഓഹരികളിലേക്ക് നിക്ഷേപം ഒഴുക്കി ഓഹരി വില പെരുപ്പിച്ചെന്നും ഈ ഓഹരികൾ ഈട് നൽകി വായ്പകൾ വാങ്ങിയെടുത്തു എന്നുമായിരുന്നു അദാനിക്കെതിരായ ആരോപണം. അന്നത്തെ റിപ്പോർട്ട് ഓഹരി വിപണിയിൽ കൂപ്പുകുത്തലിനും കാരണമായിരുന്നു. അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഏകദേശം 12.5 ലക്ഷം കോടിയുടെ ഇടിവിനും ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ അദാനി മൂക്കുംകുത്തി വീഴാനും ഇത് കാരണമായി. സംഭവത്തിൽ അദാനിയെ കുറ്റവിമുക്തമാക്കുക മാത്രമല്ല, ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസും സെബി നൽകിയിരുന്നു. അന്ന് അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ സെബി പുതിയ റിപ്പോർട്ടോടെ പ്രതിരോധത്തിലായി. അതേസമയം അദാനിയുടെ ഷെൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സന് നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരും കുടുങ്ങിയിരിക്കുകയാണ്. വിഷയത്തിൽ സെബിക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്തെത്തി. ചുമതലയേറ്റ ഉടൻ സെബി മേധാവിയെ സന്ദർശിക്കാൻ അദാനി അവരുടെ ഓഫീസിൽ എത്തിയതിൽ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടുകയാണ് കോൺഗ്രസ്. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ വെളിപ്പെടുത്തൽ പാർലമെന്റിന്റെ സംയുക്ത സമിതി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അദാനിയുടെ ഓഹരി തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ സെബി കാണിക്കുന്ന വിമുഖത സുപ്രീം കോടതിയിൽ വിദഗ്ധ സമിതി വരെ ചൂണ്ടിക്കാട്ടിയതാണെന്നും കോൺഗ്രസ് പ്രസ്താവനയിൽ പറഞ്ഞു. മാധബി ബുച്ച് സെബി ചെയർപേഴ്സൺ ആയതിന് പിന്നാലെ അദാനി 2 തവണ ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയതും ഈ അവസരത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. അദാനി അഴിമതിയിൽ സെബി നടത്തുന്ന അന്വേഷണത്തിലെ എല്ലാ വൈരുദ്ധ്യങ്ങളും ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട അഴിമതി ആരോപണത്തിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ പാർലമെന്റിന്റെ സംയുക്ത സമിതി രൂപീകരിക്കണമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഹിൻഡൻബർഗ് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളും ജീവിതവും തുറന്ന പുസ്തകമാണെന്നുമാണ് സെബി മേധാവി മാധവി ബുച്ചും ഭർത്താവ് ധവാൽ ബുച്ചും പറയുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതിന് ഹിൻഡൻബർഗ് പക വീട്ടുകയാണെന്നും അവർ ആരോപിച്ചു. നേരത്തെ അദാനിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയത് സെബിയെ ആയിരുന്നു. ഇപ്പോൾ സെബി അധ്യക്ഷ തന്നെ കുരുക്കിലായതോടെ സുപ്രീം കോടതിയുടെ പ്രതികരണം ഇനി എന്ത് എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.